പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ദിവസം യോഹന്നാൻ 13:35 തിരുവചനത്തിലൂടെ ഈശോ നമ്മോട് സംസാരിക്കുകയാണ്. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും. യേശു പ്രിയ സഹോദരരെ, ഇന്നത്തെ തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും ഈശോ പറയുന്ന ഏറ്റവും വലിയൊരു കാര്യം പരസ്പരം സ്നേഹിക്കുവാൻ. ഈശോ പറയുകയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. യേശു പ്രിയ സഹോദരങ്ങളെ, വചനത്തിലൂടെ നമ്മളെ ബോധവാന്മാരാക്കുകയാണ് ഈശോ. തിരുവചനം പറയുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ എന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ തിരുവചനം കേൾക്കുന്ന ഓരോ വ്യക്തികളോടും എനിക്ക് പറയുവാനുള്ളത്, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമുക്ക് വെറുപ്പോ വിദ്വേഷമോ വൈരാഗ്യമോ പകയോ മറ്റുള്ളവർ ഉണ്ടോ എന്ന് ഞാനും നിങ്ങളും നമ്മുടെ തന്നെ ജീവിതത്തിലേക്ക്, നമ്മുടെ തന്നെ ഹൃദയത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കേണ്ടിയിരിക്കേണ്ട സമയമാണിപ്പോൾ. പ്രിയപ്പെട്ടവരെ, എന്തു തന്നെ വെറുപ്പോ വിദ്വേഷമോ പകയോ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതെല്ലാം വിട്ടൊഴിഞ്ഞ് ഈശോയ്ക്ക് വേണ്ടി, ഈശോ സ്നേഹിച്ചതുപോലെ, ഈശോ എന്നെയും നിങ്ങളെ സ്നേഹിച്ചതുപോലെ സ്വന്തം ജീവൻ പോലും നൽകി നമ്മെ വീണ്ടെടുത്തവൻ, ആ ഈശോയെ പോലെ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. വെറുപ്പ്, വിദ്വേഷം, വൈരാഗ്യം, പക ഇതെല്ലാം വിട്ടൊഴിഞ്ഞ് ഈശോ നമ്മളെ സ്നേഹിച്ചതുപോലെ എനിക്കും നിങ്ങൾക്കും മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കണം. തിരുവചനം പറയുന്നു, നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ. പ്രിയപ്പെട്ടവരെ, നമ്മൾ പരസ്പരം സ്നേഹിക്കേണ്ടവരാണ്. ഈ ലോകത്തിൽ എത്ര നാളുണ്ട് എന്ന് എനിക്കും നിങ്ങൾക്കും അറിഞ്ഞുകൂടാ. ഇന്നോ നാളെയോ എന്ന് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസവും നമ്മൾ പ്രഭാതത്തിൽ ഉണരുമ്പോൾ ദൈവത്തിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ്, ദൈവത്തിൻ്റെ കരുണ ഒന്നുകൊണ്ട് മാത്രമാണ്, ദൈവത്തിൻ്റെ സ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണ് ഞാനും നിങ്ങളും ഓരോ പ്രഭാതം കാണുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ ഈശോ പറഞ്ഞ ഈ തിരുവചനം എൻ്റെ നിങ്ങളുടെയും ജീവിതത്തിൽ പ്രാബല്യത്തിലാക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. പരസ്പരം സ്നേഹിക്കുവാൻ, മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ ഈശോ സ്നേഹിച്ചതുപോലെ വചനം പറയുന്നു. അപ്പോൾ നിങ്ങൾ എൻ്റെ ശിഷ്യരാണെന്ന് അതിലൂടെ എല്ലാവരും അറിയുന്നു. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ ശിഷ്യന്മാരായി നമുക്ക് ജീവിക്കുവാൻ, നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവരെ സ്നേഹിച്ചുകൊണ്ടും മറ്റുള്ളവർക്ക് മാതൃകയായി തീരുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ.